ഇനി കൊല്ലത്തേക്ക് അവിടെ ഒമ്പൻ പോരാട്ടമാണ് നടക്കുന്നത്. വിശേഷങ്ങളുമായി കൊല്ലം വി പാർക്കിൽ നിന്ന് അനുജ രാജേഷ് കൂടി നമ്മുടെ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കിൽ ചേരുന്നു. അനുജ, ഗുഡ് ഈവനിങ്. അനുജ, കൊല്ലത്ത് എന്തൊക്കെയാണ് വാശിയേറിയ പോരാട്ടമാണ് കൊല്ലം മണ്ഡലത്തിൽ എന്നറിയാം. മുകേഷ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണെങ്കിലും വിഖ്യാതർ തന്നെ ഏറ്റുമുട്ടുന്ന വിവരങ്ങൾ. ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ഉള്ളത് വി പാർക്കിലല്ല, ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ ഈ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ ഒരു വാഹന പര്യടനം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം ഈ വാഹനത്തിലാണ് ഉള്ളത്. വാഹനത്തിൽ നിന്ന് പതുക്കെ ഒന്ന് ഇറങ്ങട്ടെ. വലിയ ആവേശകരമായ പോരാട്ടമാണ് SKN ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇത്തവണ ബിന്ദു കൃഷ്ണ ഈ മണ്ഡലം പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അവർ എം മുകേഷ് ജയിച്ചത്. ചെറിയ ഭൂരിപക്ഷത്തിനാണ്, 2000 ശിഷ്ടം ഭൂരിപക്ഷം എന്നുള്ളതാണ്. അതിന് മുൻപൊക്കെ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എം മുകേഷിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി എന്തായാലും വിജയിച്ചിരിക്കും, വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസം ബിന്ദു കൃഷ്ണ പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. നമുക്ക് ബിന്ദു കൃഷ്ണയോട് സംസാരിക്കാം. അപ്പോൾ പ്രചാരണം അവസാനിക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും കൂടെ ഉള്ളൂ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഈ പരസ്യ പ്രചാരണമൊക്കെ തീരും. തീർച്ചയായും പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലാണ്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ UDF കൊല്ലത്തെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഈ അന്ത്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത സംഘമൊക്കെ നടന്ന സ്വീകരണ സ്ഥലത്ത് DYFIക്കാർ അതിക്രമിച്ച് കയറി ഞങ്ങളുടെ ചെറുപ്പക്കാരെ ആക്രമിച്ചു, എനിക്ക് നേരെ പാഞ്ഞെടുത്തു. എന്തിനാണ് CPM ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥി എല്ലാ ദിവസവും ഇവിടെ പ്രചരണത്തിന് പോയി. ഞങ്ങളുടെ ഒരാൾ പോലും അതിനെതിരായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർ ഇതിന് മറുപടി പറയണം. ഒരു സ്ത്രീയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്തെ കണ്ണൂരാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ മര്യാദയാണോ എന്ന് നിങ്ങളോർക്ക് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറയണം. CPI ഒരു പരാജയ ഭീതി ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ മറ്റെന്ത് കാരണം കൊണ്ടാണ് ഞങ്ങളുടെ സ്വീകരണത്തെ എതിർക്കേണ്ടതും ആക്രമിക്കാൻ വരേണ്ടതും? സത്യത്തിൽ ഞങ്ങളുടെ അതേ റൂട്ടിലൂടെ DYFIക്കാര് കൊടിയുമായിട്ട് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കുട്ടികളെ അടിച്ചത്, എത്ര ആക്രമണോത്സുകരായി അവർ കടന്നു വന്നത്. ഇത് അങ്ങേയറ്റ അപലപനീയം. അപ്പോൾ എന്തായാലും ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണല്ലേ? തീർച്ചയായും. എനിക്ക് ഈ അക്രമത്തിന്റെ ആത്മവിശ്വാസമല്ല, പണബലത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവർ പകർന്നു നൽകുന്ന സ്നേഹവും കരുതലുമാണ് എൻ്റെ ആത്മവിശ്വാസത്തിന് മുതൽക്കൂട്ട്. ഒപ്പം കേരളമെമ്പാടും അലയടിക്കുന്ന UDF അനുകൂലമായ ഒരു തരംഗം, ഈ സംസ്ഥാനത്തെ ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധം മറ്റ് 139 നിയോജകമണ്ഡലങ്ങൾ പോലെ കൊല്ലത്തും പ്രകടമാണ്. ശരി, അപ്പോൾ അതാണ് ബിന്ദു കൃഷ്ണ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ എം മുകേഷിന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞൊരു മാർജിനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിൽ ബിന്ദു കൃഷ്ണ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ജയമോഹൻ എന്നുള്ള സ്ഥാനാർത്ഥി, അദ്ദേഹം CPIMന്റെ വളരെ മുതിർന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ചില സംശയങ്ങളൊക്കെ ഉയർന്നു കാണുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പര്യടനം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. അദ്ദേഹം കശുവണ്ടി കോർപ്പറേഷന്റെ അധ്യക്ഷനായി, അതുപോലെ തന്നെ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു പരിചയപ്പെടുത്തൽ വേണ്ടതുണ്ട് എന്ന രീതിയിലേക്കാണ്. എന്നാൽ ബിന്ദു കൃഷ്ണയാകട്ടെ അങ്ങനെയല്ല, അവർ വളരെ സജീവമായി മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സ്വീകാര്യത അവർക്ക് ഇത്തവണയുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ പ്രതാപ് കുമാർ ഉണ്ട്. അദ്ദേഹം കാർഡിയോളജിസ്റ്റ് ആണ്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിൽ അനുജ രാജേശ്വരി കൊല്ലത്തു നിന്നാണ് അനുജ നമുക്കൊപ്പം ചേർന്നത്. അവിടെ വാശിയേറിയ ഒരു പോരാട്ടമാണ്. ജയമോഹനാണ് അവിടെ LDF സ്ഥാനാർത്ഥി, അവിടെ ബിന്ദു കൃഷ്ണയാണ് UDF സ്ഥാനാർത്ഥി. അവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടം കൊല്ലത്ത് നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.